എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്നൊരു വർഷക്കാലത്തെ ഫലം, അതായത് ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം 2027 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നോക്കാം. Two of Swords, Moon energy, Hanged Man, Eight of Wands, Nine of Cups, and last King of Cups energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ 8 of Swords and 9 of Cups എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷമെന്ന് പറയുന്നത് ആഗ്രഹ സബലീകരണത്തിൻ്റെ ഒക്കെ സമയമായിരിക്കും. പക്ഷേ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂഷനൊക്കെ ഉള്ള സമയം ആണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള കൺഫ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇപ്പോൾ ഒരു ജോലി, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ജോലിയിൽ നിന്ന് മാറി പുതിയ ജോലിയിലേക്ക് കിടക്കണോ, അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും ഡിസിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൺഫ്യൂഷനാവും. കാരണം ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വർഷം എന്ന് പറയാം. കാരണം വളരെയധികം നിങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ഇവ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ തീരുമാനങ്ങൾ കുറച്ച് സമയമെടുക്കും. അപ്പോൾ അത് സമയമെടുത്ത് തന്നെ ആലോചിച്ചിട്ട് മാത്രം തീരുമാനിക്കുക. പക്ഷേ പൊതുവേ നല്ല ഒരു പോസിറ്റീവ് സിറ്റുവേഷനിലേക്കാണ് പിന്നീട് അത് വരുന്നത്. അതായത് മാനസികമായിട്ടുള്ള കുറച്ച് സമ്മർദ്ദം ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകുമെങ്കിലും പിന്നീട് ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇപ്പോൾ ശനിയുടെ എനർജി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ശനിയുടെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ചലഞ്ചസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയമാണ്. പക്ഷെ എൻ്റെ റിസൾട്ട് ഫൈനലി നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് നിങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ ആ ഒരു സമ്മാനം നിങ്ങളിൽ തന്നിട്ടാണ് പോകുന്നതെന്ന് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ് ഇപ്പോൾ. അപ്പോൾ അത് ഒന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഇവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈവൻ ലോട്ടറി ഭാഗ്യം വരെ, ലോട്ടറി എടുക്കുകയാണെങ്കിൽ ലോട്ടറിക്കുള്ള സാധ്യതയും മറ്റുമൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒത്തിരി തൃപ്തി തരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരു ലൈഫ് പേർപ്പസ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹം, നിങ്ങളുടെ പേർപ്പസ് എന്താണ്, അതായത് ജീവിതത്തിൽ നിങ്ങളുടെ ഒരു നമ്മൾ പറയുമല്ലോ നമ്മുടെ നിയോഗം ഇതാണെന്നുള്ളത്, നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയത്തിലേക്ക് കടക്കുക. അപ്പോൾ ഇന്നതാണ് ഞാൻ ലൈഫിൽ, ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിയോഗം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയും രണ്ടും ഒന്നായിരിക്കുന്ന സിറ്റുവേഷനുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. മറ്റ് ചിലരെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തന മേഖല ഒന്നായിരിക്കും, അതായത് കരിയർ, നിയോഗമായിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി നാളായിട്ട് കുട്ടികളില്ലാത്തവരെ സംബന്ധിച്ച് ഒത്തിരി വർഷങ്ങളായിട്ട് കുട്ടികളില്ലാത്തവർക്കും കുട്ടികളുണ്ടാകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ചില വഴിപാടുകളൊക്കെ അതിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇതിനു മുമ്പ് ഓരോ കുട്ടികളുണ്ടാകുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉരുളികമത്ത് അതുപോലുള്ള എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റേതായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഒരു എനർജി എന്ന് പറഞ്ഞൊരു നാഗം അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ എനർജി ഉള്ളതുകൊണ്ട് ഒന്ന് മണ്ണാർശാലയിലൊക്കെ പോയി എന്തെങ്കിലും വഴിപാടുകൾ അവിടെ ചെന്ന് നിങ്ങൾ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുമെന്നാണ് ബാക്കിയുള്ളത്. കാരണം നിങ്ങളവിടെ എത്തി അതിനും ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്താൽ ചില കർമ്മഫലങ്ങൾ ചില പ്രഗ്നൻസിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാകും, പക്ഷേ പിന്നീട് അത് കുറച്ച്
കിട്ടാതെ പോയിട്ടുള്ളവർ ഒന്നിൽ കൂടുതലൊക്കെ അത് അവരെ സംബന്ധിച്ചിടത്തോളം ഈ നാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സിറ്റുവേഷൻ ആവാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അതിപ്പോൾ നിങ്ങളിപ്പോഴാണ് അറിയുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ മൂൺ എനർജി ആൻഡ് 8 ഓഫ് വൺസ് എനർജിയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒത്തിരി അംബീഷ്യസ് ആയിരിക്കും, ഒത്തിരി ക്യൂരിയസ് ആയിരിക്കും, ഒത്തിരി ആഗ്രഹങ്ങൾ ചെയ്യണം എന്നൊക്കെ മനസ്സിലുണ്ട്. ഈ പറഞ്ഞ പോലുള്ള പല ആഗ്രഹങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടിയിട്ട്, അത് ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ആഗ്രഹങ്ങൾ സബലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണോ അതൊക്കെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിൽ പഠിക്കുക എന്നുള്ളതും, അതുകൂടാതെ പല എക്സാംസ്, കോമ്പറ്റേറ്റീവ് എക്സാംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിലൊക്കെ പരീക്ഷകളൊക്കെ ചേരുന്നുണ്ട്, എക്സാംസ് പഠിക്കുന്നുണ്ട്, അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്നവരാണ്. മെഡിക്കൽ ഫീൽഡിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് എവിടെയോ ഒരു ആഗ്രഹമുണ്ട്, പക്ഷെ അത് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എന്തുകൊണ്ടോ, മാർക്കായിരിക്കാം അല്ലെങ്കിൽ ചുറ്റുമുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അതൊന്നും കണക്കിലെടുക്കാതെ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ. കാരണം അതിനും ചാൻസസ് ഉണ്ട്. ഫാസ്റ്റ് ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ കരിയറായിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. ഈ ഒരു തീരുമാനം എടുക്കേണ്ടുന്നൊരു ഇതും ഒഴിച്ചാൽ പിന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. കുടുംബ അന്തരീക്ഷത്തിൽ പറയുകയാണെങ്കിൽ കുടുംബത്തിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നങ്ങൾ, വഴക്കുകളൊക്കെ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്നവരാണെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീട്ടിൽ എന്ത് പഠിച്ചാലും സംസാരങ്ങളും വഴക്കുകൾ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി സമാധാനവും സ്വസ്ഥമായിട്ടുള്ളൊരു കുടുംബ അന്തരീക്ഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണിക്കുന്നു എന്നുള്ളത്. സ്വസ്ഥതയും സമാധാനവും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ, അതാണ് ജീവിതം എന്നുള്ളത്. അല്ലാതെ എപ്പോഴും വഴക്കടിച്ച് നിൽക്കുകയല്ല എന്നുള്ളത് മനസ്സിലാക്കി പോകുന്ന സാഹചര്യം. മൂൺ എനർജി ആൻഡ് കിങ് ഓഫ് കപ്സ് എനർജി സിറ്റുവേഷൻസ് ആണ്. നിങ്ങളെ സംബന്ധിച്ച് ചില ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ, വീട്ടമ്മമാരെയൊക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ മാനസികമായിട്ട് അല്ലെങ്കിൽ സമാധാനം, സ്വസ്ഥത, ഇതുപോലെ അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ ബോറടിക്കുന്ന അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്ത, അപ്പോൾ ഒരു ഭയങ്കര ഒരു ഡിപ്രസീവ് സിറ്റുവേഷനിലേക്ക് പോകുന്ന ഒരു എനർജി ആണെങ്കിൽ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ആക്റ്റീവ് ആവുക, സോഷ്യലി ആക്റ്റീവ് ആവുക. പല പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നില്ല എങ്കിൽ പുറത്ത് പോയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ട്, റിലീജിയസ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട്, ആത്മീയ കാര്യങ്ങൾ, ഇപ്പോൾ ചില ആശ്രമങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് സേവ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ താല്പര്യമെങ്കിൽ, അതല്ലെങ്കിൽ സോഷ്യൽ സർവീസ് പോലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളിലും പങ്കെടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഒന്ന് ആക്റ്റീവായിട്ട് ഇരുത്തുക സ്വയം എന്നുള്ള രീതിയിൽ. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒത്തിരി ഐഡിയാസുണ്ട്. അപ്പോൾ ഈ ഐഡിയാസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് പ്രായഭേദം തന്നെയാണ്. കുട്ടികൾ സ്കൂൾ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും ഒത്തിരി പ്രായമായി റിട്ടയറായിട്ട് നിൽക്കുന്നവർ ആണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ നിങ്ങളൊരു വീട്ടമ്മ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനും, അപ്പോൾ ഇങ്ങനെയുള്ള ഏത് സിറ്റുവേഷനിലാണ് എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ വരുന്ന ചില ഐഡിയാസ്, ഒരുപക്ഷെ ആ ഐഡിയാസ് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിലൂടെ അത് ഒരുപക്ഷെ അതൊരു സാമ്പത്തികം നേടാനുള്ള, അതായത് വരുമാനം നേടാനുള്ളൊരു സാഹചര്യം പോലും ആക്കിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ ഹാങ്ഡ് മാൻ ആൻഡ് 9 ഓഫ് കപ്സ് എനർജിയാണ്. അപ്പോൾ ഈ അടുത്തിടയ്ക്ക് വരെ അല്ലെങ്കിൽ ഈ ഒരു വർഷം തുടങ്ങുമ്പോഴൊക്കെ ഒരു സ്റ്റക്ക് എനർജി നിങ്ങൾക്ക് വീണ്ടും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ മുന്നോട്ടേക്ക് പോകുന്തോറും വളരെയധികം സന്തോഷവും വളരെ നല്ല പോസിറ്റിവിറ്റിയും വളരെ ആക്റ്റീവായിട്ടിരിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സമയത്തിലേക്കാണ്. അതായത് ഒരു സ്റ്റക്ക് ഫീലിംഗിൽ നിന്ന് പുറത്ത് ഈ ഒരു സമയം, ഈ ഒരു വർഷത്തിൻ്റെ തുടക്കത്തിലെന്ന് പറഞ്ഞാൽ സ്റ്റക്ക് എനർജി ആയതുകൊണ്ട് വലിയ രീതിയിൽ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷെ അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ചാൽ ഒന്ന് പ്ലാനിങ് ആണ്. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാം, എന്നിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഏത് രീതിയിലാണോ കാര്യങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്
ആ രീതിയിൽ കാര്യങ്ങൾ, അതായത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കുന്നത് രീതി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കി ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണെന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ യാത്ര പോകുന്ന സോളോ ട്രിപ്പിനുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ സോളോ എന്ന ഫാമിലിയിൽ നിന്ന് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്, പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളോ മറ്റാളുകളോടൊപ്പം യാത്രയ്ക്ക് പോകുന്ന സിറ്റുവേഷൻ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.